എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വെസ്റ്റേൺ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്ത് ഇതാണ്. ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങിൽ ഇതിൽ ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും 1.5 മീറ്ററാണുള്ളത്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യാം. ബാക്കിൽ വന്നിട്ട് സിബ് വയ്ക്കുന്നുണ്ട്. ഇതിന് ഇറക്കം 20 ഇഞ്ചാണ്. ബോട്ടം മടക്കി അടിക്കാൻ 1 ഇഞ്ച് ഇടാം. അങ്ങനെ 21 ഇഞ്ച്. ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന്. ഇതിന് ഷോൾഡർ 6 ഇഞ്ച് കൊടുക്കാം. അതുപോലെ ആം ഹോളും 6 തന്നെ കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് വേണ്ടത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൊടുക്കാം. ഇവിടെ 13 ഇഞ്ചിൽ നമുക്കിതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് 8 ഇഞ്ചാണ്. ഇവിടെ 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൊടുക്കാം. ഇവിടെ വന്നിട്ട് 9.5 ഇഞ്ച് ബോട്ടം, 1.5 ഇഞ്ച് തയ്യെത്തുമ്പ്. ഇതൊന്ന് വരഞ്ഞെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 2.25 കൊടുക്കുന്നത്. ഇറക്കും 2.25. ഇതേപോലെ കഴുത്ത് വരയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇതിൻ്റെ ആം ഹോൾ വേണ്ടത് 15 ഇഞ്ചാണ്. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ 7.5 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുക. മെയിൻ ക്ലോത്തിൽ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ഇതിങ്ങനെ തിരിച്ചിടുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1 ഇഞ്ചിനൊപ്പം ഈ ഫ്രണ്ട് പോർഷൻ വയ്ക്കുക. ബാക്കിനൊക്കെ ഒരു 2 ഇഞ്ചാണ് ഇറക്കുന്നത്. അതിനുശേഷം ഇത് വരച്ചെടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യാം. സ്ലീവ് വന്നിട്ട് ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 42 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അതങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 3 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് പ്ലീറ്റിന് വേണ്ടിയിട്ടാണ് ഈ 4.5 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ആം ഹോൾ വേണ്ട 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 4.5 ഇഞ്ച് വരുമ്പോൾ 1.5 ഇഞ്ച് ഇതിൽ കിട്ടും. അപ്പോൾ ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിലേക്ക് വരച്ചെടുക്കുക. ഇതിൻ്റെ ഇറക്കം വേണ്ടത് 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 3 ഇഞ്ച് കഫ് വയ്ക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുക. 21ഉം 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടെ മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചെടുക്കുക. ഈ 4.5 ഇഞ്ച് ഇവിടെയും കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യെത്തുമ്പ്. ഇവിടെ നിന്ന് ഇതുവരേക്ക് പ്ലേറ്റ് ഇടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്ലേറ്റ് വരും.
ഇതുപോലെ 8 ഇഞ്ച് നീളവും ഒരു 3 ഇഞ്ച് വീതിയിലും ഇവിടെ കഫ് കൊടുക്കുന്നുണ്ട്. ബാക്ക് കട്ട് ചെയ്യുക. ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് എടുക്കാം. ഇനി വന്നിട്ട് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ വന്നിട്ട് ഈ മെയിൻ ക്ലോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ആദ്യം അടിക്കാം. അപ്പോൾ ഇതിൽ സിബാണ് വെക്കുന്നത്. അപ്പോൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് ആദ്യം ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ എക്സ്ട്രാ ഇട്ടത് ഇതിലേക്ക് മടക്കിയിട്ട് അടിച്ചെടുക്കുക. ആദ്യം ഇതിൽ കൂടെ ഒരു തയ്യലിടാം. അതിനുശേഷം ഈ 1/2 ഇഞ്ച് ഇതിലേക്ക് മടക്കിയടിക്കാം. ഇനി ഇതിങ്ങനെ ചേർത്തടിക്കാം. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സിബാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഇൻവെർസിബിൾ സിബാണ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഈ 1 ഇഞ്ചിൽ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ആദ്യം ഒരു തയ്യലിടുക. ഇനി ഈ ഭാഗം ഇതിങ്ങനെ വന്നിട്ട് തിരിച്ച് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒന്ന് അടിക്കുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കുക. ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എഡ്ജ് കൂടെ ഫിനിഷിംഗ് ആയിട്ടുള്ള തയ്യൽ ഇടുക. അപ്പോൾ ഈ എഡ്ജ് കൂടെ തയ്ക്കുമ്പോൾ ഈ കൈ കൊണ്ട് ഇതൊന്നിങ്ങനെ അകത്തി പിടിച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടെ തന്നെ തയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ സൈഡും അടിക്കുക. അതിനുശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യണം. അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും അടിച്ചെടുക്കുക. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇവിടെ ഒന്ന് ചേർത്തടിക്കാം. അപ്പോൾ ഇതുപോലെ സിംഗിൾ ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് തയ്ക്കാം. ഒരല്പം കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ഷേപ്പിൽ തയ്ക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ തയ്യത്തുമ്പോൾ പുറത്ത് കാണില്ല. എന്നിട്ട് ഇത് കൂടെ ഒരു തയ്യലിടുക. ഫ്രണ്ട് വന്നിട്ട് ഇതേപോലെയാണ് വരിക. ഇനി ഈ സൈഡെല്ലാം ചേർത്തടിക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. ഇവിടെ നിന്ന് ഇതുവരേക്കും പ്ലേറ്റ് ഇടുക. ഏഴര ഇഞ്ചാണ് വേണ്ടത്. ഇനി അതേപോലെ ഇതിലും തയ്ക്കാം. ഇനി ഇവിടെ സ്ലീവിൻ്റെ ബോട്ടത്തിൽ വന്നിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചാൽ മതി. എന്നിട്ട് കഫ് വയ്ക്കാനാണ്. അതിനുശേഷം ഇതിൽ മുഴുവനായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം.
അപ്പോൾ 8 ഇഞ്ച് വീതിയിൽ ഇത് പ്ലേറ്റ് ഇട്ട് എടുക്കുക. 8 ഇഞ്ച് വീതിയാണ് നമ്മൾ കഫിന് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ഈ സ്ലീവും തയ്ക്കാം. ഇനി ഇതിൽ കഫ് വെച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്യത്തുമ്പോൾ വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അരഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അരഞ്ച് തയ്യത്തുമ്പിൽ അടിച്ചെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു സ്ക്വയറിലൊരു സ്റ്റിച്ച് ഇടുക. ഇതേപോലെ അടിച്ചെടുക്കുക. ഇതിലും അതേപോലെ കഫ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 2 കഫ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൽ നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇത് കുറച്ച് ലൂസിലാണ് ഇടുക. അപ്പോൾ അതുകൊണ്ട് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ തയ്യത്തുമ്പ് ബാക്കിലേക്ക് വിടുക. ഇനി ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. ഇവിടെ നമ്മൾ ഒരു 5 ഇഞ്ച് ഓപ്പൺ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. ഇവിടെ എത്തുമ്പോൾ ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് പിടിച്ചാൽ മതി. ഇത് അടിമറിച്ചിട്ട് ബോട്ട് അടിക്കാം. ബോട്ട് ഒരു അരഞ്ച് വീതി മതി. 1 ഇഞ്ചാണ് ആകെ ഇട്ടിരിക്കുന്നത്. ഒരു അരഞ്ച് മടക്കിയിട്ട് അരഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ബോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് തയ്ക്കണം. നെക്കിലേക്ക് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ 2ആയിട്ട് മടക്കി എടുത്തിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ മെയിൻ ക്ലോത്തും അതേപോലെ കഴുത്തിൻ്റെ പീസും അല്പം പോലും വലിക്കാതെ ലൂസ് കൊടുത്ത് അടിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഷേപ്പ് കിട്ടില്ല. അതിനുശേഷം ഇതൊന്നിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഒരു തയ്യലിടുക. ഇനി ഇവിടെ ഒരു ഹുക്കും അയ്യും വയ്ക്കാം. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.